പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. കർത്താവ് നമ്മേവരെയും ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിശ്ചയമായ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മോട് കൂടിയിരുന്ന് നമ്മെ ജയത്തോടെ നടത്തും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചത്, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും കർത്താവ് വരും നാളുകളിൽ നന്മയ്ക്കായി തീർക്കുന്ന ആമേൻ ദൈവമാണ്. ആയതിനാൽ ആമേൻ സ്തോത്രം. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ധൈര്യമുള്ളവരായിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. അതേ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാം വചനം നമുക്ക് വായിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബഥാന്യയിൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബഥാന്യയിൽ സംഭവിച്ചു. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുകയാണ്. ബഥാന്യയിൽ വെച്ച് അവിടെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അത് സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. യോർദാനക്കരയായിരുന്നു. ആമേൻ. അപ്പോൾ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് ചിലപ്പോൾ നാം ഉദ്ദേശിക്കുന്നത് പോലെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമല്ല. ആമേൻ. സ്തോത്രം. അത് നാം വായിക്കുന്നു. അതേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ തൊട്ട് മുൻപിലുള്ള ഭാഗം 19 മുതൽ നാം വായിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാനിടയായി തീരും. അവിടെ വായിക്കുന്നു: നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ സുവിശേഷം വിളിച്ചു പറയുവാൻ തുടങ്ങി, ആ സ്നാനം കഴിപ്പിക്കുക. ഇത് കേട്ടപ്പോൾ നീ ആരെന്ന് ഒറ്റ വാക്ക്, നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. 24-ാം വചനത്തിൽ വായിക്കുന്നു: അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. അപ്പോൾ ഈ യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരും ലേവ്യരെയും അയക്കുന്ന അവർ പരീശന്മാരുടെ കൂട്ടത്തിലായിരുന്നു. അവർ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നീ ആർ എന്ന് ചോദിക്കേണ്ടതിന് ഇവരെ യഹൂദന്മാർ അയക്കുക. അപ്പോൾ ആൾ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ, അപ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചു വരികയാണ്: നീ ആര്? ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ ഭാഗം യോഹന്നാൻ സാക്ഷ്യം പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇന്ന് വലിയ ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുൻപിൽ നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ, പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ നാം നേരിടുന്നുണ്ടെങ്കിൽ തളർന്നു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത നിമിഷം തന്നെ അവിടെ ഒരു സാക്ഷ്യം പറയത്തക്ക രീതിയിൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അവിടെ യോഹന്നാൻ ഒരു സാക്ഷ്യം പറയുക. എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. നീ ആരാണെന്നാണ് ചോദിച്ചത്. പക്ഷെ അവിടെ യോഹന്നാൻ ഏറ്റു പറയുക, ഞാൻ ക്രിസ്തുവല്ല. അപ്പോൾ യഹൂദന്മാർക്കൊക്കെ അറിയാം ക്രിസ്തു വരും. പക്ഷേ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ക്രിസ്തുവല്ല. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു സത്യം അറിഞ്ഞിരിപ്പുണ്ട്. നമ്മളോട് നീ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ആളാണ്. പക്ഷേ യോഹന്നാൻ അവിടെ തന്നെ വെളിപ്പെടുത്തിയില്ല, തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചില്ല. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. അത് യോഹന്നാൻ സ്നാപകൻ്റെ ഒരു താഴ്മയെ കുറിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല. അടുത്ത് ചോദിക്കുക, നീ ആ പ്രവാചകനോ? നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. വീണ്ടും നീ നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ നാം ആരാകും ചോദിച്ചു. നാം ആരാ? ദൈവത്തിൻ്റെ മക്കളായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. നാം എന്ന് പറയുവാൻ നമുക്കൊന്നുമില്ല. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ട്, നാം എന്തെങ്കിലും ആയിത്തീരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ഹല്ലേലൂയ. നീ നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, 23-ാം വചനം, അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ആമേൻ, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിനെന്ന്
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ചില സ്ഥലങ്ങളിൽ നാം മൗനമായിരിക്കുമ്പോൾ, നാം താണിരിക്കുമ്പോൾ വീണ്ടും ചില ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ, അവഗണനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് നാം ആരാണെന്ന് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. യേശയ്യാ പ്രവാചകൻ പ്രവചനത്തിൽ നിന്ന് പറയുക, ഞാൻ ഈ പ്രവചനത്തിൽ പറയപ്പെട്ട ശബ്ദമാകുന്നു. എന്താ? യേശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു. എത്ര പവർഫുൾ ആണല്ലേ ആ സെൻറ്റൻസ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നാം ആരും നിസ്സാരക്കാരല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മെ നിശ്ചയമായ ഒരു ദൗത്യത്തോടെയാണ് നമ്മെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. ആമേൻ. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്തു നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവിൻ. ആമേൻ. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. ഇവിടെ യോഹന്നാൻ പറയുക, ആ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. നാം ആരാണ്, ഏത് കുലമാണ്, ഏത് ഇതാണ് ദൈവം നോക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിശ്ചയമായി കർത്താവ് അത് നിവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ നമ്മൾ ഇങ്ങനെ വായിച്ചു, ഇങ്ങനെ ഒരുത്തൻ വിളിച്ചു പറയുമെന്ന് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ സഖറിയാവിൻ്റെയും ആ പുരോഹിതനായ സഖറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും അവസ്ഥ നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ എത്ര വർഷം ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും പരമാർത്ഥതയോടും കർത്താവിനെ സേവിച്ചു. എന്നാൽ അവസാനം ആമേൻ, ദൂതൻ വന്ന് പറയുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ദൈവം കൊടുത്ത തലമുറയെ ആര്? യോഹന്നാൻ സ്നാപകൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ വാഗ്ദത്തം നിറവേറി. ഹല്ലേലൂയ. അവരും ആ പൈതലിനെ പൂർണ്ണമായി സമർപ്പിച്ചു. യോഹന്നാനും ആ സമർപ്പണ ജീവിതം ഉണ്ടായിരുന്നു. അതുപോലെ സംഭവിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനത്തിനോ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനോ ഒരു മാറ്റവും വരുത്താതെ ദൈവം അതുപോലെ നിവർത്തീകരിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുക, 25-ാം വചനം, എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇവർക്ക് വീണ്ടും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആമേൻ, സ്തോത്രം. നീ സ്നാനം കഴിപ്പിക്കുന്നത് എങ്ങനെ? വീണ്ടും യോഹന്നാൻ പറയുന്നു, ഞാൻ വെള്ളത്തിൽ, 26-ാം വചനം, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നുത്തരം പറഞ്ഞു. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബഥാനിയയിൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഇത് സംഭവിക്കണമെന്ന് ദൈവത്തിന് മുന്നമേ അറിയാം. യോഹന്നാനെ കുറിച്ച് അത്രമാത്രം ഒരു പ്രവചനമുണ്ട്. അത് കറക്റ്റ് ടൈമിൽ യോഹന്നാൻ്റെ വായിൽ നിന്ന് പുറത്തു വരണമെന്ന് ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, എല്ലാം കർത്താവ് പെർഫെക്റ്റ് ടൈമിൽ, റൈറ്റ് ടൈമിൽ കർത്താവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മോട് പറഞ്ഞ ഒരു വാഗ്ദത്തങ്ങൾക്കും ആമേൻ ഒരു വെള്ളിക്കോ പുള്ളിക്കോ തെറ്റുവരാതെ വണ്ണം കർത്താവ് നിവർത്തിക്കുവാൻ ഇന്ന് വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് പെറുപെറുക്കരുത്, മടുത്തു പോകരുത്, സംശയിക്കരുത്, ചോദ്യം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ത്യാഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ കോളിംഗ് അനുസരിച്ച് താൻ പുറപ്പെടുവാൻ തയ്യാറായി, താൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവനായി തന്നെ മാറി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. 29-ാം വചനത്തിൽ വായിക്കുന്നു, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ യേശു, ആമേൻ, സ്തോത്രം, സ്നാപക യോഹന്നാൻ്റെ അടുക്കിലേക്ക് വരിക. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഇതിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവാത്മാവ് ഇടപെട്ടത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്കായി ാണ്. ചോദ്യങ്ങൾ വരുന്നതും ആമേൻ പ്രതിസന്ധികൾ വരുന്നതും അവിടെ നാം ഒരു സാക്ഷികളായി കർത്താവ് നമ്മെ മാറ്റും. എന്നാൽ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് വിശ്വസിച്ച് കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, സംശയിക്കരുത്. ഇവിടെ സഖറിയാവ് ആമേൻ സംശയിച്ചു പോയി. എന്നാലും ആമേൻ കർത്താവ് പറഞ്ഞത്, ദൈവം ഇങ്ങനെ ഒരു വാഗ്ദത്തമുണ്ട്. ആമേൻ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവ് അത് നിവർത്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്.
മോൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ബ്രാഹ്മണ പൂർണ്ണ വാർദ്ധക്യത്തിൽ ആമേൻ സ്തോത്രം ദൈവം അവർക്ക് ഈ മകനെ നൽകുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ആമേൻ സമയം കഴിഞ്ഞു പോയി, സാഹചര്യം കഴിഞ്ഞു പോയെന്നോർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ഈ നാളുകളിൽ 1-2 ആമേൻ ഇവിടെ യോഹന്നാൻ സാക്ഷ്യം പറയുന്നത് തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല പുകഴ്ത്തി പറയുന്നത്. എത്രത്തോളം തന്നെ മറയ്ക്കാമോ അത്രത്തോളം താൻ തന്നെ മറച്ച് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, നാമും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായും ഈ നാളുകൾ മാറാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നേ നാഥ. യേശുവേ, വചനപ്രകാരം തന്നെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നതൊക്കെ നന്മയ്ക്കായി കർത്താവ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. നല്ല സാക്ഷ്യങ്ങളിൽ പറയുവാൻ കർത്താവ് സഹായിക്കുന്നതിനെ സ്തോത്രം. അങ്ങേ വെളിപ്പെടുത്തുന്നവരാ, അങ്ങയുടെ നാം മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാ ദൈവം മാറ്റുന്നതിനെ സ്തോത്രം. നിശ്ചയമായി ഓരോ വാഗ്ദത്തങ്ങളെയും കർത്താവ് നിവർത്തീകരിക്കുന്നതിനെ സ്തോത്രം. അപ്പോൾ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ ആത്മീയ കാര്യങ്ങളിൽ കർത്താവ് ഞങ്ങൾ ശുഷ്കാന്തിയുള്ളവരായി നിൽപ്പാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓരോ മക്കളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് മറുപടി നൽകി മാനിക്കണം കർത്താവേ. സ്തോത്രം സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. May God bless you all.